ഒരു കാര്യം താങ്കളൊന്ന് തുടരണം. നമ്മളിപ്പോൾ നടിയുടെ പ്രതികരണം കേട്ടു. ഇനിയിപ്പോൾ രഞ്ജിത്തിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതുകൂടി താങ്കളെ ഞാനൊന്ന് കേൾപ്പിക്കാം. താങ്കൾ അതുകൂടി ഒന്ന് കേൾക്കണം. എന്നിട്ട് അതിൽ താങ്കളുടെ ഒരു കമന്റ് കൂടി വേണം. ലൈംഗികാരോപണത്തിൽ ഇപ്പോൾ ഈ നടി ഉന്നയിച്ച ആരോപണത്തിൽ രഞ്ജിത്ത് ആദ്യം അത് നിഷേധിക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും നടി റിപ്പോർട്ടറിലൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്നവർ ഉറച്ചു നിന്നു. ഇന്നിപ്പോൾ രഞ്ജിത്തിന്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിലെ രാജിയും നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് സത്യം തെളിയും എന്നാണ് സംവിധായകൻ രഞ്ജിത്ത് പറയുന്നത്. നടിയുടെ പ്രസ്താവന പരസ്പര വിരുദ്ധമെന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട് രഞ്ജിത്ത്. നമുക്കതൊന്ന് കേൾക്കാം. നമസ്കാരം, ഞാൻ രഞ്ജിത്താണ്. എനിക്കെതിരെ എന്ന് വെച്ചാൽ വ്യക്തിപരമായി എന്നെ നിന്ദ്യമായ രീതിയിൽ ഒരു ആരോപണം ഉയർത്തിയിരിക്കുകയാണ് ബംഗാളി ചലച്ചിത്ര നടി ശ്രീമതി ശ്രീലേഖ മിത്ര. ഇത് കുറച്ചു കാലം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എന്ന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഞാൻ ഏറ്റെടുത്തോ അന്ന് തൊട്ട് ഒരു സംഘം ആളുകൾ നടത്തിയ നാളുകളുടെ ശ്രമമാണ് ശ്രീലേഖ മിത്രയുടെ ആരോപണം എന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നത്. ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഏറ്റിട്ടുള്ള ഈ വലിയ ഡാമേജ് അത് എളുപ്പം മാറുന്നതല്ല. എങ്കിലും എനിക്കത് തെളിയിച്ചേ പറ്റുള്ളൂ. എനിക്കത് ഈ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തിയേ പറ്റുള്ളൂ. അത് നുണയായിരുന്നു. അതിലെ ഒരു ഭാഗം നുണയായിരുന്നു എന്നുള്ളത്. ആ ഭാഗമാണ് അത്. അവർ തന്നെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്തുതന്നെയായിരുന്നാലും ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ പിന്നിലെ സത്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞേ പറ്റുള്ളൂ ലോകം. അത് എൻ്റെ സുഹൃത്തുക്കളുമായും എൻ്റെ വക്കീൽ ഓഫീസുമായും ബന്ധപ്പെട്ട് ഞാൻ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു. ഇത് അറിയിക്കാനാണ് ഈ ശബ്ദ സന്ദേശം.